അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. കോട്ടയം സ്വദേശി മായയെയാണ് കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. റാക്കറ്റിനു വേണ്ടി മായ വ്യാജരേഖ ചമച്ചുവെന്നും പണം കൈപ്പറ്റിയെന്നും കണ്ടെത്തി. കേസിൽ അമ്പലമേട് പോലീസ് 4 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. എസ് ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. അവയവദാനവുമായി ബന്ധപ്പെട്ട കേസിൽ എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺകുമാർ, അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് അമ്പലമേട് പോലീസാണ് ഈ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, അതായത് കോട്ടയം സ്വദേശിയായ മായ എന്ന വ്യക്തിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരെ കുറിച്ച് അന്വേഷണം പറയുന്നത്, ഇവർ ഈ റാക്കറ്റിന്, അതായത് നജീബ് നിയന്ത്രിച്ചിരുന്ന റാക്കറ്റിന് വേണ്ടി വ്യാജരേഖ ചമച്ച് നൽകിയെന്നുള്ളതാണ്. മുംബൈ സ്വദേശിയായ ഒരു യുവാവ് അവയവം സ്വീകരിച്ചിരുന്നു. ഇവിടുത്തെ ഒരു ആശുപത്രിയിൽ വെച്ചാണ് ആ ഒരു നടപടികൾ നടന്നിരുന്നത്. അതിനിടയിൽ ഈ യുവാവ് തന്റെ സഹോദരനാണെന്ന് പറഞ്ഞാണ് ഇവർ വ്യാജരേഖ ചമയ്ക്കുകയും അത് ഈ നജീബിന്റെ റാക്കറ്റിന് കൈമാറുകയും ചെയ്തിരുന്നത്. അങ്ങനെ ഈ നജീബിന്റെ റാക്കറ്റിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നുള്ള കണ്ടെത്തലിലേക്ക് കൂടി അന്വേഷണം എത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മായയുടെ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അമ്പലമേട് പോലീസ്, അതായത് ഈ കുന്നത്തുകാട് പോലീസ് 2 കേസുകൾ എടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ വടക്കേക്കരയിൽ ഒരു കേസുണ്ട്. ഇതിന് പുറമെയാണ് അമ്പലമേട് പോലീസ് നേരത്തെ ഈ നജീബിന്റെ ഫ്ളാറ്റിൽ റെയ്ഡ് നടത്തിയതിന് പിന്നാലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ 4 പ്രതികളാണ് ഉള്ളത്. അതായത് നജീബും ഭാര്യയ്ക്ക് പുറമെ ഒരു ഡെബിൻ ജോസഫായ ഒരാളെ നേരത്തെ പ്രതി ചേർക്കുകയും അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തിരുന്നതാണ്. ഡെബിൻ ജോസഫ് ഈ റാക്കറ്റിലെ ഏജന്റ് ആണെന്നുള്ളതാണ് അന്വേഷണം കണ്ടെത്തിയിരുന്നത്. പിന്നാലെയാണ് ഇപ്പോൾ വ്യാജരേഖ ചമച്ചു നൽകിയ മായയുടെ അറസ്റ്റിലേക്കും പ്രത്യേക അന്വേഷണ സംഘം, കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഓക്കെ, ശരണാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ശരൺ.